കാടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കോട് ഞാൻ അത് ഇന്നലെ ആയിട്ട് കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നല്ല അത്യാവശ്യം രസമുള്ളൊരു സാധനം. നമ്മൾ ഓക്കെ നമ്മുടെ പരിപാടി കൊള്ളാലോ. രസമുണ്ട്. ബ്രോണ് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബ്രോ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനുകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒട്ടും ആ ഒരു പാറ്റേൺ വിടാതെയാണ് നമ്മളും ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു കളർ പാറ്റേൺ ആയിക്കോട്ടെ, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രോ ഇത് നമ്മൾ ചെയ്യുന്ന ഔട്ട് ബ്രോ ശ്രദ്ധിക്കാറുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൽ നിന്നൊരു അനുഭവം ഉണ്ടായാലും എന്താ? രസമുണ്ട്. അത് കൺസിസ്റ്റൻസി ഉണ്ട് അതിന്. ആ സാധനം നമ്മളത് നിങ്ങളെ ഷട്ടറൊക്കെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ട് ആ ഒരു പരിപാടി. പിന്നെ ഇപ്പം കുറച്ചുകൂടെ സ്ട്രൈക്കിംഗ് ആയിട്ടാണ് നിങ്ങൾ ക്യാപ്ഷൻ വെച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും സ്ട്രൈക്കിങ്ങും ഒന്നും ആക്കത്തില്ല, കുറച്ചുകൂടെ ടോൺ ഡൗൺ ഒക്കെ ചെയ്താൽ. ഇപ്പം നിങ്ങളുടെ പർപ്പസ് അതാണല്ലോ. ഇപ്പം കേസ് ഏൽപ്പിക്കാമോ, ജനറലി പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്, അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ആസ് എ പോസ്റ്റർ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ മറ്റേ പോസ്റ്ററിൽ ബ്ലെൻഡ് ആവുന്ന ടൈറ്റിൽ കാണിക്കുക, റിലീസ് ഡേറ്റ് കാണിക്കുക, അതാണല്ലോ പരിപാടി. നിങ്ങളുടെ പർപ്പസിന് ഇത് ഭയങ്കര നീറ്റാണ്, ഭയങ്കര രസമായിട്ട്. ഞാൻ ചില പേജസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പോസ്റ്റേഴ്സോ, നമ്മുടെ ഒന്നല്ല, പോസ്റ്റേഴ്സ് എടുത്തിട്ട് നശിപ്പിച്ച് കുളമാക്കുന്നുണ്ട്. പക്ഷെ ഇത് നല്ല നീറ്റാണ്, രണ്ടും നീറ്റാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയതേ, ഈ കേസ് ഏൽപ്പിക്കാമെന്നുള്ളത് ഓറഞ്ചിൽ റെഡ് വരുമ്പോൾ ഒരു അത്രയും കോൺട്രാസ്റ്റ് കിട്ടില്ല. ഒരു വൈറ്റ് തന്നെ ആയിരുന്നെങ്കിലും ഓക്കെ ചിലപ്പോൾ ബെറ്റർ ആയെന്ന് തോന്നി. ബാക്കി ഡിസൈൻ വൈസ് രണ്ടും അടിപൊളിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മയുഗവും ആ ഒരു ഇതായിരുന്നു, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഒരു തീം ചൂസ് ചെയ്തതൊക്കെ നിങ്ങൾ അതും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാതെ തന്നെ എങ്ങനെ കൺവിൻസ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു, ഞങ്ങളും അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ പോസ്റ്ററിനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത്. സന്തോഷം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മമ്മൂക്കയുടെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാവുമ്പോൾ ചില നമുക്ക് അധികം കളേഴ്സ് ഒന്നും ഇല്ലല്ലോ, ലിമിറ്റഡ് കളേഴ്സ് ആണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി ആ ഫോട്ടോ ആണ് അതിൽ ഹൈലൈറ്റ്, അതിൽ കൊടുക്കുന്ന ടെക്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആ ഇമേജ് ആണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എപ്പോഴും ഇമേജിനാണല്ലോ പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ ആ മമ്മൂക്കയുടെ പടം തന്നെ ആയിക്കോട്ടെ, അത് ഭയങ്കര എന്താ ക്വാളിറ്റി. അതായത് ആ പോസ്റ്റർ ഒറ്റ നോട്ടത്തിൽ നേരെ സ്ട്രൈക്ക് ആവുന്ന ആ ടെക്സ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്ലഗിൻസ് എന്താണ് അതിൽ യൂസ് ചെയ്യുന്നത് അത്ര ക്വാളിറ്റി ആവാൻ? ടെക്സ്റ്റേഴ്സിൻ്റെ അല്ല, അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇരിക്കുന്ന പോസ്റ്റർ ഷൂട്ട് ചെയ്തത് മീഡിയം ഫോർമാറ്റ് എന്ന് പറഞ്ഞ ക്യാമറയല്ല. ആ മീഡിയം ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുന്ന ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ക്യാമറ അല്ല, അത് ഹാസൽബ്ലാഡ് ഉണ്ട്, പേസ് ഉണ്ട്, പല ക്യാമറാസ് ഉണ്ട്. മീഡിയം ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വൻ ഡെപ്തും അതിൻ്റെ ഒരു, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പ്രശ്നം വെച്ചാൽ ഡെപ്ത് ഉണ്ടാക്കാൻ പാടാം. മറ്റേ കളർ വെച്ച് ബ്ലോക്ക് ചെയ്ത് ഡെപ്ത് ഉണ്ടാക്കാമല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ പച്ച, ഗ്രേ, അങ്ങനെ പല കളേഴ്സിൽ ഡെപ്ത് ഉണ്ടാക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെപ്ത് ഉണ്ടാക്കാൻ നമുക്ക് 2 കളറേ ഉള്ളൂ. അപ്പം അതിൽ ഇപ്പം നമ്മൾ മീഡിയം ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റപ്പ് ചെയ്യണം, ഹെവി ലൈറ്റപ്പ് ചെയ്യണം, പക്ഷേ വൻ ക്വാളിറ്റി. ഇപ്പം നിങ്ങൾ പറയുന്ന ആ 3Dനെസ് അതിന് കിട്ടും. അത് ഫോട്ടോഷൂട്ടിൻ്റെയും കൂടെ ഗുണം. അത് നമ്മൾ ലൈറ്റ് ചെയ്ത് ഇടുമ്പോൾ ആ ബോഡിയിലുള്ള ടെക്സ്ചർ പോപ്പ് ചെയ്യാൻ നമ്മൾ റീടച്ച് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ റീടച്ച് ചെയ്യും, ഫ്രീക്വൻസി സെപ്പറേഷൻ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യും. അപ്പം അതൊക്കെ ചെയ്യുമ്പം സാധനം അതാണ് ടെക്നിക്ക്. അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല, നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ. ഫ്രീക്വൻസി സെപ്പറേഷൻ ചെയ്യും, നല്ലപോലെ റീടച്ച് ചെയ്യും, അപ്പോൾ തന്നെ ഒരു 3D പരിപാടി കിട്ടുമെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെന്താണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരും. അത് ഉപയോഗിക്കല്ല, എനിക്ക് അടുത്ത എന്താണ് നിങ്ങളുടെ പൊതുവെ റീടച്ച് പരിപാടി ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ടും ഫോട്ടോ എൻഹാൻസ് ചെയ്യും, ക്വാളിറ്റി ആക്കും. അതിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ തന്നെ നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്യും. ടെക്സ്ചറിന് കൂട്ടത്തിൽ കളർ പിടിക്കും, ടച്ച് മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്വാളിറ്റി ആക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞതോ അല്ലെങ്കിൽ അത്തരം ഇമേജസ് നമുക്ക് കിട്ടാലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു പാറ്റേണിലേക്ക് അത് ശരിയാണ്. നമ്മൾ ആദ്യം ഫാൻ മെയ്ഡ് ഒക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര പാടാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ അല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലൊക്കെ പണിതെത്തിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്കും റോ ഫോട്ടോസ് കിട്ടാൻ കുറച്ച് പാടാണ്. ചില ഫോട്ടോസ് മാത്രമേ റോ ഫോട്ടോസ് കിട്ടാറുള്ളൂ. പിന്നെ മിക്കതും ഈ പോസ്റ്റേഴ്സ് എടുക്കും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റേ AI ഒക്കെ വെച്ചിട്ട് നമ്മളത് മേക്ക് ചെയ്ത് എടുക്കും. സുഖമാക്കിയില്ലേ കാര്യങ്ങൾ, ഫാസ്റ്റ് ആക്കി. നമ്മൾ അസറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ചില അസറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ നമ്മള് LIK എന്നൊക്കെ പറഞ്ഞ പടം ചെയ്യുമ്പോഴേ അത് ഇങ്ങനെ മറ്റേ ഒരു ഫിഷ് ഐ ലുക്കിൽ ലോ ആംഗിൾ ഷോട്ട് വെച്ചാണ് ഇത് എടുത്തത്. അപ്പോൾ ആ ലുക്കിലൊന്നും നമുക്ക് ബിൽഡിങ്ങോ ആൾക്കാർ നടന്നു പോകണമെന്നോ ഒരിക്കലും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണം, അതേ ലുക്കിൽ ഡ്രസ്സ് ഇട്ട് ഷൂട്ട് ചെയ്യണം. പണ്ടങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ അസറ്റ്സ് കിട്ടും. ആ അസറ്റ്സിനെ എടുത്ത് നമ്മൾ അതിൻ്റെ പുറത്തു കൂടെ വരച്ച് പരിപാടി ചെയ്യും. അല്ലെങ്കിൽ 3Dയിലും ഇപ്പം LIKയുടെ പല സെഗ്മെൻറ്റും 3D ആണ്. അതിൻ്റെ ബിൽഡിങ്സിൻ്റെ ടോപ്പ് പോർഷനും സാധനങ്ങളൊക്കെ 3D ആണ്. 3D ചെയ്യുമ്പോഴാണ് 3D ചെയ്യും. 3D ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളും ലൈറ്റിംഗ് ഒക്കെ ചെയ്യാമല്ലോ.
3D ചെയ്തിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്ത് അത് പ്ലേസ് ചെയ്യാറുണ്ട്. എയിൽ അസറ്റ്സ് ചില സാധനം നമുക്ക് ഇമാജിനേ ചെയ്യാൻ പറ്റാത്ത സാധനമൊക്കെ കിട്ടുമല്ലോ, അതിന് ഭയങ്കര ഉപകാരമുണ്ട്. പിന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോസ്റ്ററുടെ ഒരു മെയിൻ ഒരു എന്താ പറയുക ഒരു ബോണെന്ന് പറയുന്നത് മറ്റേ ടൈറ്റിൽ. അപ്പോൾ ആ ടൈറ്റിലേക്കുള്ളൊരു എങ്ങനെയാണ് മറ്റേ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു കൊളാബറേഷൻ കാര്യങ്ങൾ? ഇപ്പോൾ പറഞ്ഞ പോലെ ടൈറ്റിൽ ഡയറക്ടറിന് ഐഡിയ ഉണ്ടാവും, സിമ്പിൾ ആയിരിക്കണം, വായിക്കാൻ പറ്റണം. ഇപ്പം നമ്മുടെ അടുത്ത് സത്യൻ അന്തിക്കാട് സാർ പറഞ്ഞു തന്ന അഖിൽ സത്യൻ ചേട്ടൻ വഴിയാ പറഞ്ഞ അങ്ങനെ ഭയങ്കര ഈസി ആയിരിക്കണം വായിക്കാൻ. റോട്ടിൽ കൂടെ ബസ്സിൽ പോയാലും ആർക്കും കണ്ണ് കാണാത്ത ഒരാൾക്ക് വായിക്കാൻ പറ്റണം, അത്ര സിമ്പിൾ. ഇപ്പം നിങ്ങൾ പിടിച്ചേക്കുന്ന ഫോണ്ടും വൻ സിമ്പിൾ ആണല്ലോ. ഇത് എനിക്ക് ചിലപ്പം ഓഫീസിന്റെ പുറത്തു നിന്ന് നോക്കിയാലും ചിലപ്പോൾ ഏകദേശം മനസ്സിലാവും. ആ പർപ്പസ് കിട്ടിയാൽ മതി, സിമ്പിൾ ആക്കിയാൽ മതി, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഒരു ഐഡന്റിറ്റി, ഇപ്പൊ ഡൊമിനിക്കിന്റെ ടൈറ്റില് അതിൽ ഡിയും ഓം എന്നും ഒക്കെ പല ഫോണ്ടാ. അത് കാരണം വെച്ചാൽ ഇപ്പൊ ഡൊമിനിക് എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് പല ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പം പല ടൈപ്പ് ഫോണ്ടുകൾ അറിയാം, ഭാഷ അറിയാം, പല ആൾക്കാരെ കണ്ട്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അങ്ങനെ. പക്ഷെ ഓവറോൾ ഇത് വായിക്കാൻ പറ്റണം, മിനിമൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതേ ടൈറ്റിലിന് മൾട്ടി ലാംഗ്വേജിലേക്ക് കിടക്കുന്ന സമയത്ത് അതിന്റെ ഒരു ടാസ്ക് ഇടയ്ക്ക് പണിയായിരിക്കും. നമ്മൾ ചിലപ്പോഴേ മലയാളത്തിന്റെ ഒരു ഫ്ലോ ഭയങ്കര രസമുള്ള ഫ്ലോ ആണ്, പിന്നെ നമുക്ക് അറിയാവുന്ന ഭാഷയാണല്ലോ. പക്ഷെ ഇപ്പൊ തെലുങ്ക് കന്നഡയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല, തമിഴൊക്കെ വായിക്കാൻ പാടാം. അപ്പം പാടായിരിക്കും, പക്ഷെ നമ്മൾ ആ ബ്രാൻഡിങ്ങും തിക്നെസ്സും ലുക്കൊക്കെ വെച്ച് അങ്ങ് പിടിക്കും, അതാണ് പരിപാടി. എനിവേ നിങ്ങളുടെ വർക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളാണ്. താങ്ക് യു. ആസ് എ ഡിസൈനർ എന്നുള്ള നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളുടെ വക. ഏതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക്? അത് ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ കുറിപ്പ് എന്ന് പറഞ്ഞ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളർ ടോണും പാറ്റേണും ഒക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, ആ കുറിപ്പ് ടൈറ്റിൽ താങ്കളുടെ ആ ഫിംഗർ പ്രിന്റിന്റെ ഒരു എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈറ്റിൽ നമ്മളല്ലായിരുന്നു ചെയ്തത്, ടൈറ്റിൽ വേറൊരു, ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്ത പടാ. പിന്നെ അത് നമ്മൾ ഡിസൈനിൽ എത്തിയപ്പോഴത്തേക്കും ടൈറ്റിൽ നമുക്ക് വന്നിരുന്നു. നിമിഷേട്ടനാണ് നമുക്കത് തരുന്ന ആ പോസ്റ്റർ. പിന്നീട് പോസ്റ്റർ വരച്ചതൊക്കെ നമ്മൾ തന്നെ, അതിൽ ഒരു മാസമൊക്കെ എടുത്ത് വരച്ച പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അവര് അന്നേരം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ സമ്മതിച്ച് നമ്മൾ ചെയ്തു. എനിക്ക് കുറച്ചുകൂടി ഇതായി തോന്നിയത് ബ്രഹ്മയുഗത്തിന്റെ ആ തുടക്കം തൊട്ടുള്ള ക്യാരക്ടർ റിവീലിംഗ് ആണെങ്കിലും ടൈറ്റിൽ റിവീലിംഗ് ആണെങ്കിലും ആ ഒരു അത് പക്ക നീറ്റായിരുന്നു, പക്ക ബ്രാൻഡിങ് കറക്റ്റായിട്ട് കൊണ്ടുപോയൊരു സാധനമായിരുന്നു. ആ സിനിമയും അതിനോടൊപ്പം തന്നെ സിനിമയിൽ എന്താണോ ആ ഒരു സാധനം നമുക്ക് പോസ്റ്ററിലൂടെ തന്നെ ബ്രേക്ക് ചെയ്യാതെ തന്നെ കിട്ടിയത്. അടിപൊളി. അത് അവർ തരുന്ന ഫ്രീഡവും കൂടിയാണ്. അവർ ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് തരും. ഡയറക്ടേഴ്സ് നമുക്കൊരു സാധനം തരുമല്ലോ. നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യുമ്പോൾ വൻ പൊളിയായിട്ട് വരുമല്ലോ. ചില സിനിമകൾ ഇപ്പോൾ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സിനിമയുടെ ഒരു ഇത് അങ്ങനെയാണെന്നൊരു. ബ്രഹ്മയുഗം ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു. ഭാഗ്യം പോലെ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.